എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ജീവചരിത്രം കുറച്ച് ഭാഗം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് എല്ലാം ഒന്നും നമുക്ക് എത്തിക്കാൻ പറ്റില്ല, എന്നാലും കുറേശ്ശെയായിട്ട് നമുക്ക് വരാൻ പറ്റും. ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായ ഇതുവരെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ അതിനിടയിൽ നമുക്കൊരു തമാശയും കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, കൊച്ചു കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം എന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ആ വെള്ളം വൈകുന്നേരം ആകുമ്പോൾ പമ്പയാറിൽ കിടക്കുന്ന വെള്ളം ചിലപ്പോൾ പാതിരയാകുമ്പോൾ നമ്മൾ ആ വെള്ളത്തിലായിരിക്കും നമ്മുടെ വീട്ടിൽ കിടക്കുക. വെള്ളപ്പൊക്കം വരുമ്പോൾ ഡാം തുറന്നു വിട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വാഴയുടെ പിണ്ടിയൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് ആപ്പടിച്ച് കയറ്റിയിട്ട് ചെങ്ങാടം പോലെ ആക്കി ഒരു കമ്പ് ഊന്നിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കും. ഞാനും എൻ്റെ നേരെ മൂത്ത ആങ്ങളെയും കൂടി നടന്നിട്ട് നമ്മൾ ഒഴുകി വരുന്ന ചേന ഒഴുകി വരും, തേങ്ങ ഒഴുകി വരും, പുളി ഒഴുകി വരും, വിറകുകൾ വരും. അങ്ങനെ വരുന്നതെല്ലാം എടുക്കുകയും അതുപോലെ തന്നെ ചൂണ്ടലും കൊണ്ടാണ് ഇറങ്ങുന്നത്. ചൂണ്ടലിട്ടിട്ട് മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര രസമുള്ള കാര്യമാണ്. ഒത്തിരി വെള്ളപ്പൊക്കം വന്നു കഴിയുമ്പോഴത്തേക്കിന് ദൂരെയുള്ള ഒരു വീട്ടിലേക്ക് എല്ലാവരെയും വലിയ കെട്ടുവള്ളത്തിൽ വന്നിട്ട് കൊണ്ടുപോകുക. അതൊക്കെ ചെറുതായിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ +2 പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി ചേർന്നത് മാന്നാർ ദേവസ്വം ബോർഡ് പമ്പ കോളേജിലാണ് ചേർന്നത്. മറ്റേ സ്കൂളിലത്തെ പോലെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ദൂരം നടക്കാനും എടുക്കാനും എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പോയിട്ട് ആ +2 കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ വന്നത്. അതിന് ശേഷം പിന്നെ എൻ്റെ ചേച്ചിക്ക് അപ്പോഴേക്കും ഒരു ജോലി, ടീച്ചർ ആയിട്ട് ജോലിയായി. ഗവൺമെൻറ് സർവീസിൽ തന്നെ കിട്ടി. ആങ്ങളയ്ക്ക് ജോലിയായി. ആങ്ങള ഇലക്ട്രിസിറ്റി ബോർഡിൽ പിന്നെ ജോലിയായി. അങ്ങനെ നല്ല ജോലി തന്നെ കിട്ടി. അതങ്ങനെയായിട്ട് ഞങ്ങൾ ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞപ്പം പത്തനംതിട്ടയിലാണ് കല്യാണം കഴിച്ചത്, ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ സ്ഥലങ്ങൾ വിറ്റിട്ട് ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇവിടെ നിന്നാണ് സ്ഥലം മേടിക്കാം, എന്നിട്ട് ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് ഞങ്ങൾ താമസം മാറുകയാണ്. ഞങ്ങളുടെ പാണ്ടനാട്ടിലെ സ്ഥലം വിറ്റിട്ട് നമ്മൾ പത്തനംതിട്ടയ്ക്ക് താമസം മാറി. അവിടെ വീടൊക്കെ കയറ്റി അവിടെ അങ്ങനെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും പഠിക്കണമെന്നുള്ള ഒരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കാനായിട്ട് പോയി. എനിക്ക് 2-3 കൂട്ടുകാരത്തികളും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പോയ സമയത്ത് പ്രൈവറ്റായിട്ടൊരു അറബിക്കിൻ്റെ ക്ലാസ് കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അധ്യാപകൻ, ഒരു ക്രിസ്ത്യാനി അധ്യാപകൻ ഒരു അറബിക് ക്ലാസ് അവിടെ തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരികളും കൂടി വീട്ടിൽ പറയാതെ ആ ക്ലാസ്സിന് പോയിട്ടൊന്ന് അറ്റൻഡ് ചെയ്ത് ഓരോ മണിക്കൂർ അവിടെ ഞങ്ങൾ ചിലവഴിച്ചു, ഒരാഴ്ച ദിവസം. എന്നിട്ട് വീട്ടിൽ വന്നു, അക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് പോയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അമ്മയോട്. അമ്മ അന്നേരം പറഞ്ഞു, പഠിക്കാൻ പറ്റുമോ? അത് മുസ്ലിങ്ങളുടെ ഭാഷയല്ലേ, പഠിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അതിന് ചേർന്നു. 28 കുട്ടികളുണ്ടായിരുന്നു അന്ന് ക്ലാസ്സിൽ. എല്ലാം മുസ്ലിങ്ങളായിട്ട് ആരുമില്ല, അമുസ്ലിങ്ങളായിട്ടാണ് ഉള്ളവരായിരുന്നു എല്ലാവരും. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം തൃശ്ശൂർ വന്നിട്ടാണ് ഞങ്ങൾ ആ പരീക്ഷ എഴുതിയത്. ഒരു വർഷത്തെ കോഴ്സായിരുന്നു. അഫ്സൽ ഉലമ എൻട്രൻസ് എന്നാണ് ആ പരീക്ഷയുടെ പേര്. വന്ന് എഴുതി. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇതൊരു മുഖസ്തുതി പറയായിരിക്കുന്നു, പക്ഷേ ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ, എനിക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ളൂ. എൻ്റെ കൂടെ വന്നവർക്കും ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് 2-3 ട്രിപ്പ് പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ 7 പ്രാവശ്യം എഴുതിയിട്ടാണ് അവൾ പാസ്സായത്. അവൾക്ക് കണ്ണൂർ ജോലി കിട്ടി. അപ്പം അങ്ങനെയാണ് എനിക്ക് ഞാൻ അറബി അധ്യാപികയാകാനുള്ള കാരണം. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിൽ ജോലി. അദ്ദേഹത്തിൻ്റെ പിന്നെ കൂട്ടാളിയായിരുന്നു ഒരു ഞങ്ങളുടെ കുട്ടമ്പള സാറ് മാനേജർ. സാറിന് കുറേ സ്കൂളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാസ്സായി 73-ലാണ് 78-ലാണ് ഞാനിത് പാസ്സാകുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഒരു പോസ്റ്റും കിട്ടി ഒറ്റപ്പാലത്ത്. അങ്ങനെ ഞാൻ വന്നു. 2 മാസം അവിടെ ലീവ് വേക്കൻസിയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരോട് UP സ്കൂളിൽ പോസ്റ്റ് വന്നപ്പോൾ എനിക്കത് തരികയും ഞാനവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അതിന് മുൻപ് എൻ്റെ ബ്രദേഴ്സിൻ്റെയൊക്കെ കല്യാണവും കഴിഞ്ഞു. ഞാൻ മാത്രം എനിക്ക് ജോലി കിട്ടിയിട്ട് മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്ന്. എന്തായാലും ജോലി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കോഴിക്കോട്ടുനിന്നൊരു കല്യാണാലോചനയും വന്നു. അങ്ങനെയാണ് എൻ്റെ വിവാഹം. കോഴിക്കോടാണ് എന്നെ കല്യാണം കഴിച്ചത്.
അങ്ങനെ വിവാഹം നടന്നു. ഇത്രയും കൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എൻ്റെ കഥകൾ കേൾക്കണം. കഥകൾ ഒരുപാടുണ്ട്. ഒരുപാട് വിഷമങ്ങളും ഒരുപാട് സന്തോഷങ്ങളും നിറഞ്ഞ ഒരു ജീവിതമാണ് പിന്നീടുണ്ടായിട്ടുള്ളത്. ഇനിയും വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ.